ഈ ഒരു സോങ് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഞാൻ ചോദിക്കുന്നില്ല. ദിയയുടെ അച്ഛനാണ്. ആഹാ, ഞാനും ദിയയുടെ അച്ഛനാ. എന്റെ മകളുടെ പേര് ദിയയാ. അറിയാ ഞങ്ങൾക്ക്. പിന്നെ അങ്ങനെ പറയരുത്. ഓക്കെ, അച്ഛൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്ക. ശരിക്കും നമുക്കിപ്പോ എങ്ങനെ ഒന്ന് കൂളാക്കാൻ പറ്റാ? ഭയങ്കര ടെൻഷനാ. എന്താ ദിയ അച്ഛൻ ഇത്ര ടെൻഷൻ? എനിക്കറിയില്ല, അത് ഈ പാട്ട് സെലക്ട് ചെയ്ത് കിട്ടി അപ്പൊ തന്നെ പറയാണ് ഈ പാട്ട് മാറ്റാൻ പറ്റും, പാട്ട് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാറ്റൂല. അതുകൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാത്ത പാട്ട് അച്ഛൻ ഈ പാട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടല്ല. അവളെ ഈ പാട്ട് മാറ്റാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു അച്ഛനെ വേണേലും മാറ്റും, പാട്ട് മോളെ എന്തൊക്കെയാലും നല്ല പാട്ട്, നല്ല പാട്ട്. അച്ഛന് ഈ മോള് ഈ ടെൻഷൻ ഈ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് ഇപ്പം എൻ്റെ മോളാണെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണും. ഒരു കാര്യമില്ലെങ്കിൽ അവർ വൃത്തിയായിട്ട് നടന്ന് തുള്ളി എന്തെങ്കിലും ചെയ്യും, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ കാണും. അപ്പൊ അത് ഒരു സ്വാഭാവികമായി എല്ലാ അച്ഛന്മാർക്കും ഒരു പിന്നെ വികാരമാണ്. അതെ, അച്ഛന്റെ പേര് ആണോ? ഫ്രീക്കനാണോ അച്ഛൻ? അല്ല, ഫിറ്റ്നസിന്റെ ആളാണ്. പക്ഷേ സ്റ്റേജിൽ കയറി വർത്താനം എന്താണ് പേര്? രജിത് കുമാർ. രജിത് കുമാർ എന്ത് ചെയ്യുന്നു? IT കമ്പനി വർക്ക് ചെയ്യുന്നു. IT കമ്പനി. ഓക്കെ. ഈ എന്തിനാണ് ഈ കുഞ്ഞിനെ ഇത്രയും പേടിച്ചത്? എങ്ങനെയുണ്ടായി ദിയയുടെ പാട്ട്? മോശമില്ലാന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. നല്ല ചക്കര, എന്ത് ടോണായി കൊച്ചിന്. നല്ല ശബ്ദമാണ് മോളെ. നല്ല പാട്ട്, അതിഗംഭീരമായിട്ട് പാടി. ഈ കേൾക്കുന്ന പാട്ട് എളുപ്പമുള്ളൊരു പാട്ടല്ല, അത് അത്ര സീരിയസ് ആയിട്ടൊക്കെ ആ പാട്ടിനെ സമീപിച്ച് നന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തി കേൾക്കുന്നവർക്ക് സുഖം ഉണ്ടാവുള്ളൂ. നന്നായി പാടിപ്പോൾ പക്ഷേ ഇത്രയും നന്നായിട്ട് ഈ പാട്ട് പാടി എത്തിക്കാന്നുള്ളത് നല്ല ജ്ഞാനമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ശരത്ത് പറഞ്ഞ പോലെ അസല് ശബ്ദം, അതിമനോഹരമായ വോയിസ് ആണ്. അപ്പൊ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി കൊണ്ടുവരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോളെ ദിയേ, മക്കള് നല്ല പാട്ട് കേട്ടോ, ഉഗ്രം പാട്ട്. ഇതാരാ സംഗീതം? ബിജിയുടെ പാട്ടാണ്. ബിജിയുടെ ഒരു പാട്ട് എടുത്ത് കൊണ്ടുവന്നതിൽ കുറേ സന്തോഷം മോളെ. നല്ല പാട്ട് മോള്. മക്കളുടെ ശബ്ദം ഇടിപെട്ടു. അതിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇതിനകത്ത് നിന്നൊക്കെ എങ്ങനെ തെറ്റ് കണ്ടുപിടിക്കുകയോ ആവുന്നത്. കാര്യം മോൾ അത്ര സ്വീറ്റാണ്, നല്ല തേൻ പോലെ ഇരിക്കുന്ന ശബ്ദം. അപ്പം മക്കളെ, എനിക്ക് അതിൻ്റെ സെക്കൻഡ് ഹാഫില്ലേ ഇപ്പം അമ്മക്കിളി, അത് കുറച്ച് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടാമോ? കാരണം അത് മാഷ് പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല അത്.
അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടൊന്ന് കൃത്യമായിട്ട് പാടിക്കേ. അമ്മക്കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിൻ നിന്നും കൂട്ട് ആലോലം കുമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. ആ ഓക്കെ, അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. അനുപല്ലവിയുടെ തുടക്കം അതൊരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി മോള് പാടുമ്പോൾ അത് കുറച്ചും കൂടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നല്ല സന്തോഷമായിട്ട് പാടും കേട്ടോ. വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടിൻ അച്ഛൻ്റെ കണ്ണുകൾ വാലിട്ടെഴുതുമ്പോൾ ഇപ്പോഴും മോളെ ഒന്ന് ശ്രുതിയിലേക്കൊന്ന് പക്കായിട്ട് ചേർന്നാൽ മതി. മറ്റേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ മോളെ. മക്കള് നന്നായിട്ട് തന്നെ പാടി. ഇത് പറഞ്ഞത് ഒന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനാണ് കേട്ടോ മോളെ. നല്ല ശബ്ദോടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ഷാദ് സർ. ഷാനിക്ക ദിയാക്കുട്ടി എന്തോ ആടിപൊളി. ഒന്ന് ഞാൻ ഫസ്റ്റ് ആ പല്ലവി പാടി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം എഴുതി വെച്ചത് വോയിസ്. നമ്മൾ ചില ശബ്ദങ്ങളുണ്ട് അത് ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആയിരിക്കും. മീൻസ് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഫ്ലോസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും നമ്മളെ ആ ശബ്ദം അങ്ങ് പിടിച്ച് നമ്മളെന്താ കൺസ്യൂം ചെയ്യും, നമ്മളങ്ങ് വിഴുങ്ങിക്കളയും. അതുപോലത്തെ ഒരു ശബ്ദമാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ മോളിവിടെ കാണിക്കുന്നത് ഒരു മേജർ ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ കംപ്ലീറ്റ്ലി ആ ശബ്ദത്തിലായിരുന്നു. നമുക്ക് എന്തെങ്കിലും സ്റ്റുഡിയോയിൽ കൂടാം കേട്ടാ. All the best, ma'am. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ദിയ എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി നൈസ്. നല്ല സോങ് സെലക്ഷൻ. വിജിച്ചേട്ടൻ്റെ എനിക്ക് ഒരുവിധം എല്ലാ പാട്ടിലും ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ പാടാനും പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്, നമുക്ക് കുറേ സംസാരിച്ചിരിക്കാം. ഭയങ്കര വർക്ക് സ്പീഡും ഉണ്ട്. വിജിച്ചേട്ടൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സോങ്ങിനൊക്കെ മാക്സിമം അരമണിക്കൂറിൽ ചേട്ടൻ തീർക്കും. അതാണ് ഇപ്പം ഞാൻ കുറച്ച് ശ്രദ്ധയോടെ ആയിരിക്കും ഓരോ ടേക്കും പാടുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു പാട്ടെടുത്ത് വന്നതിന് താങ്ക് യു. നല്ല ചോയ്സ് ആയിരുന്നു മോളെ. എല്ലാവരും എൻജോയ് ചെയ്തു. ഇതിലേക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ പോയി. വളരെ ക്ലിയർ ആയിട്ടാണ്, ക്ലിയർ വോയിസ് ആണ്. നല്ല വന്നപ്പോ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അയ്യോ, നമ്മൾ പറയുന്ന കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കില്ല, വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ദിയ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. നല്ല പോസിറ്റീവായി, പ്ലസന്റ് ആയി. കീപ് ഇറ്റ് അപ്പ്, കീപ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. അപ്പോൾ മോക്ക് 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ ദിയ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഷാനിക്ക പറഞ്ഞ ഒരു വാക്ക് ഓർത്ത് വെച്ചോളാം, സ്റ്റുഡിയോയിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ചായ കുടിക്കാനല്ലേ മോളെ കേട്ടോ. അതാ, അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഹിഷാം ചേട്ടൻ വന്നിട്ട് അമ്മയുടെ കോൺടാക്ട് നമ്പർ വരെ വായിച്ചിട്ടാണ് ഹിഷാം ചേട്ടൻ ഇവിടുന്ന് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെക്കുക. നമ്മളും കാത്തിരിക്കുന്നു ആ സ്റ്റുഡിയോയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.